ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രതിസന്ധികളുടെയും ആപത്തുകളുടെയും മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ വിടുതലിന് വേണ്ടി ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. അനേക ദൈവഭക്തന്മാർ അവരുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഈ സങ്കീർത്തനം അവരെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സങ്കീർത്തനം അവരുടെ പ്രാർത്ഥനകളിൽ ഉദ്ധരിച്ച് പ്രാർത്ഥിച്ച് ദൈവിക വിടുതലുകൾ അവരനുഭവിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. എത്രയോ ദൈവഭക്തന്മാരുടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാഗ്ദത്ത വചനപ്രാർത്ഥന എന്ന് പറയുന്ന ഒരു മെസ്സേജ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ആ മെസ്സേജ് അതുപോലെ തന്നെ ഏറ്റെടുത്ത് ദൈവവചനം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവിക വിടുതലുകൾ അനുഭവിച്ച പ്രിയപ്പെട്ടവരുടെ പല സാക്ഷ്യങ്ങളും കേൾക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. പലരും വാട്സാപ്പിലൂടെയൊക്കെ മെസ്സേജുകൾ അയച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവവചനത്തെ നമ്മൾ കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളതിനെ പ്രായോഗിക പദത്തിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ വലിയ ദൈവിക വിടുതലുകളും ദൈവാനുഗ്രഹങ്ങളുമൊക്കെ അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയും. 46-ാം സങ്കീർത്തനത്തിലെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് വല്ലാത്ത പ്രതിസന്ധികളാണ്. അതായത് ഭൂമി മാറിപ്പോയാൽ, പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തിൽ വീണാൽ, അതിൻ്റെ കോപം കൊണ്ട് അത് അലറിയാൽ, അപ്പം അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകുന്നതിനപ്പുറമുള്ള പ്രതിസന്ധികൾ. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വരും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്നലെ, അതായത് വെള്ളിയാഴ്ച, ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയങ്ങളിൽ ഇരുന്ന് ഇന്ന് ഈ സങ്കീർത്തനം ധ്യാനിച്ച് ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരു വലിയ പ്രതിസന്ധി ഞങ്ങൾക്കുണ്ടായി. ഞാൻ പിന്നീട് പറയാം ആ പ്രതിസന്ധി എന്താണെന്നുള്ളത്. ആ ഒരു വലിയ പ്രതിസന്ധിയിൽ ദൈവം ആശ്വാസം തന്നു. എൻ്റെ പപ്പായിക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് പോലെ ഒരു പ്രയാസം പെട്ടെന്നുണ്ടായി. അടുത്ത ആഴ്ച അനിയൻ്റെ കല്യാണമാണ്, പ്രതീക്ഷിതമായിട്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ സ്നേഹിക്കുന്ന ഒരു കൊല്ലത്തു നിന്നുള്ള ഒരു വാത്സല്യ കുടുംബം, അവർ ദൈവിക ആലോചനകൾ ഈ കാര്യത്തിൽ പറയുകയുണ്ടായി. ഞാനും 2-3 ദിവസം മുമ്പ് ദൈവം എന്നെ സ്വപ്നത്തിൽ ഞാൻ ഭയങ്കരമായ ഒരു കുഴിയിലേക്ക് പോകുന്നതായിട്ടും അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് കയറി വരുന്നതായിട്ടും ഒക്കെ കണ്ടു. അറിയാവുന്നവരോടൊക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്രതീക്ഷിതമായ പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വരും. അത് പലതരത്തിലാണ്. ഈ സങ്കീർത്തനത്തിൽ ഭൂമി മാറിപ്പോകുന്നു, പർവ്വതങ്ങൾ ഇളകിപ്പോകുന്നു, അത് സമുദ്രത്തിൽ വീഴുന്നു, അതിലെ വെള്ളം ഇരച്ച് കലങ്ങുന്നു. ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇത്. അടുത്തത് മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു, വില്ലൊടിക്കുന്നു, കുന്തം മുറിക്കുന്നു. ദൈവം അതൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മുടെ നേരെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ. 2, ഈ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു, ഈ രഥങ്ങളെ തീയിലിട്ട് കളയുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് പറ്റും. അത് വായിച്ചപ്പോൾ ഈ പൈശാചിക മേഖലകളിൽ നിന്നുള്ള ദൈവമക്കൾക്ക് നേരെയുള്ള പ്രതിസന്ധികൾ, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ ആത്മീക ജീവിതം മുമ്പോട്ട് നയിക്കാൻ. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊരു ജീവിതമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞ കർത്താവ് അസാധാരണമായ ഇത്തരത്തിലുള്ള സംഗതികൾ, അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളിൽ അസാധാരണമായ സംഗതികൾ എന്നൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അസാധാരണമായ. അപ്പം ചില കഷ്ടങ്ങൾ സാധാരണമല്ല, ശക്തിക്ക് മീതെ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശക്തിക്ക് മീതെ, ജീവിച്ചിരിക്കുമോ എന്നുപോലും ഭയപ്പെടുമാറ് ശക്തിക്ക് മീതെ. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശക്തിക്കകത്തുള്ളതാണ് വരുന്നത്. അല്ല, ചില സമയങ്ങളിൽ ശക്തിക്ക് മീതെയാണ്, നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതുന്നത് പോലെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല, ഞാൻ റിയാലിറ്റി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വസ്തുതകൾ
ഇതൊക്കെയാണ് അതിൻ്റെ വസ്തുതകൾ. പക്ഷേ ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് തന്നെ ആ സമയങ്ങളിൽ ദൈവം ആരാണ് എന്നുള്ളതിനെ തെളിയിക്കുന്ന 4-5 വാക്കുകളുണ്ട്. ദൈവം നമ്മുടെ സങ്കേതമാണ്, കോട്ടയാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്, യാക്കോബിൻ്റെ ദുർഗമാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. അപ്പം ഇത്രയും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ആഞ്ഞടിക്കുമ്പോൾ അവിടെ ദൈവഭക്തൻ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില വേദനകൾ, ചില പ്രയാസങ്ങൾ നമ്മളെ സഹായിപ്പാൻ ആ സമയത്ത് വിളിച്ചാൽ വെളിപ്പുറത്ത് പോലും ആരും ആ സമയത്ത് ഉണ്ടാകണമെന്ന് പോലുമില്ല. ആരെയാണൊന്ന് സഹായത്തിന് വിളിക്കുന്നത്? ആരെയാണ് ആ സമയത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിക്കുന്നത്? എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ജീവിതത്തിൽ തനിയെ ചില സമയങ്ങളിൽ ചില വിഷയങ്ങളെ, ഭയങ്കരമായ ചില വിഷയങ്ങളെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. മനസ്സിലാക്കുക, ആ സമയത്തും പർവ്വതങ്ങൾ മാറിപ്പോയാലും, ഭൂമി മാറിപ്പോയാലും, നദി ഇരച്ച് കലങ്ങിയാലും, അവിടെ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം, നാം ഭയപ്പെടുകയില്ല. 4-ാമത്തെ വാക്യം, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. 4-ാമത്തെ വാക്യമാണ്, ദൈവം അതിൻ്റെ മധ്യയുണ്ട്. സത്യത്തിൽ ഈ നമ്മൾ മനസ്സിലാക്കുക, അലറുന്ന തിരമാലകൾ, ഇളകിപ്പോകുന്ന പർവ്വതങ്ങൾ. അപ്പം പർവ്വതങ്ങൾ ഇളകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷരികമായി ഏതെങ്കിലുമൊക്കെ മല, എവറസ്റ്റ് ഇളകി വീഴുന്ന കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞിരിക്കുന്നു. പർവ്വത സമാനമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിലേക്ക് വരും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീയാർ, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ തന്നെ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം അതിൻ്റെ പശ്ചാത്തലം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് ഇസ്രായേൽ ജനം അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് വന്ന് അവർക്ക് അവരുടെ ദൈവാലയം പണിയാൻ കഴിയാതെ വലിയ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ പ്രവാചകനായ സെക്കരിയാവിലൂടെ ദൈവം തൻ്റെ ജനത്തോട് അറിയിച്ച അരുളപ്പാടാണ്, സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരാണ്, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാലാണ്. പ്രിയരെ, ഒരു നിമിഷം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോയാൽ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അഡ്വക്കേറ്റായി, കംഫർട്ടറായി നിങ്ങളോട് കൂടെ പരിശുദ്ധാത്മാവിനെ ഞാൻ തന്നിരിക്കുകയാണ്. ഞാൻ പോകുന്നതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷെ ഞാൻ പോയാൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകാതിരുന്നാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യസ്ഥൻ നിങ്ങളോടുകൂടി ഇരിപ്പാൻ വരികയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, നമ്മുടെ സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടെ ഉണ്ട്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവപൈതലെ, ദൈവത്തിൻ്റെ ആത്മാവിൽ ആത്മനിറവോടുകൂടെയുള്ള ജീവിതം നയിക്കുന്ന ദൈവപൈതലെ, ആരും സഹായിപ്പാനില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് സഹായകനായി നമ്മളോടുകൂടെയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് അവിടെയും നമ്മൾ കാണുന്നത് ഒരു നദിയുണ്ട്, അത് അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. അപ്പം ഞാൻ ഒരു ചിത്രം പോലെ ഈ സങ്കീർത്തനത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരച്ച് കാണിക്കുകയാണ്. ഭൂമി മാറിപ്പോകുന്നു, പർവ്വതങ്ങൾ സ്വസ്ഥാനത്ത് നിന്ന് ഇളകി മാറുന്നു, കടലിലെ തിരകൾ അലറി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ പ്രശ്നങ്ങളെ വിവരിക്കുവാനായിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ മറുഭാഗത്ത് ശാന്തമായി ഒഴുകുന്നൊരു നദി, അത് ശാന്തമാണെന്ന് തോന്നിയാലും ദൈവത്തിന് സ്തോത്രം, ഈ അലർച്ചകളെ ഇല്ലാതാക്കുവാൻ ശാന്തമായി ഒഴുകുന്ന നദിക്ക് കഴിയും. സത്യത്തിൽ ഈ നദി എന്താണ്? ആ നദിയെക്കുറിച്ച് ശീലോഹാം എന്ന് പറയുന്ന ആ ഒരു നദിയെക്കുറിച്ചാണത് പറയുന്നതെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനതിനെ ദൈവവചനത്തിൻ്റെ ആ ഒരു വീക്ഷണത്തിൽ മറ്റുള്ള ഇതര വേദഭാഗങ്ങളുമായിട്ടൊക്കെ ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഈ നദി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന നദിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദിയെ നമുക്കറിയാം. അതായത് പരിശുദ്ധാത്മാവാകുന്ന നദി, അത് ശാന്തതയുള്ളതാണ്, സ്വച്ഛമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ശാന്തമായി ഒഴുകുന്നുവെന്ന് തോന്നിയാലും
ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുവാൻ തക്കവണ്ണം ആത്മശക്തി പ്രാപിച്ചവർക്ക്, അകത്തു ദൈവകൃപ പ്രാപിച്ചവർക്ക് നിശ്ചയമായിട്ടും കഴിയും. കാരണം ഭീരുക്കളായിരുന്നവരെ പോലും ശക്തിപ്പെടുത്തി സാക്ഷികളാക്കി തീർത്തത് ദൈവത്തിന് സ്തോത്രം. ഈ ദൈവശക്തിയാണ്, ഈ ആത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മുടെ ശരീരം ബലഹീനമാകുമ്പോൾ, മനസ്സ് ബലഹീനമാകുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവാത്മശക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതലായ വിഷയം. അതായത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അനേക ദൈവഭക്തന്മാരെ ബലപ്പെടുത്തിയ ഒരു സങ്കീർത്തനമാണ് ഈ ഒരു സങ്കീർത്തനം. അനേക ദൈവഭക്തന്മാർ, എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം നമ്മുടെ സങ്കേതമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതേ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ തിരുവചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ ദൈവവചനം 46-ാം സങ്കീർത്തനം നമുക്ക് തരുന്ന ധൈര്യം അസാധാരണമായ ധൈര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ഏറ്റവും അധികം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരാൾ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന് സങ്കടങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളിൽ, തരണം ചെയ്യാനാകാത്ത പ്രശ്നങ്ങളിൽ അദ്ദേഹം അങ്ങനെ കടന്നു പോകുമ്പോൾ അദ്ദേഹം തൻ്റെ സ്നേഹിതരെയെല്ലാം, അതായത് പ്രാർത്ഥനാ സഹകാരികളെയെല്ലാം അദ്ദേഹം വിളിച്ചു കൂട്ടിയിരുന്ന് 46-ാം സങ്കീർത്തനം ചൊല്ലുമായിരുന്നു എന്നാണ് പറയുന്നത്. 46-ാം സങ്കീർത്തനം. ഞാൻ ഈ സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ പോയപ്പോൾ ഈ സങ്കീർത്തനം അനേക ദൈവഭക്തന്മാർ അവർ ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം എഴുതിയത് കോരഹ് പുത്രന്മാരാണെന്നാണ്, കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തും ഗൗരവമായ ഒരു ആത്മീയ മർമ്മമുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അതൊരു പ്രാർത്ഥനയാണ്. ഞാൻ ആ വിഷയം ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ അതങ്ങ് വിടുകയാണ്. അതായത് യെഹസ്കിയാവ് എന്ന് പറയുന്ന യെരുശലേമിലെ യഹൂദയിലെ രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് അശ്ശൂർ രാജാവായ സാൻഹെരീബ് എന്ന് പറയുന്ന വ്യക്തി യെരുശലേമിലെ നിരോധിക്കാനായിട്ട് വന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-38 അധ്യായങ്ങളിലാണ് നമ്മളത് കാണുന്നത്. അപ്പം ഇദ്ദേഹം, ഈ അശ്ശൂർ രാജാവ്, അപ്പം അസീറിയൻസ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ പ്രബലമായ ഒരു ശക്തിയായിരുന്നു. അപ്പം അവർ വന്ന് ഈ രാജ്യത്തെ നിരോധിച്ചിട്ട് പറഞ്ഞ് കീഴടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ഹിസ്കിയാവ് അങ്ങനെ കീഴടങ്ങാൻ ഒരുക്കമല്ലായിരുന്നു. അപ്പം ചില മെസ്സഞ്ചേഴ്സിനെ അയച്ചിട്ട് ഒരു ലെറ്റർ ഹിസ്കിയാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ, അതായത് സാൻഹെരീബ് പറയുകയാണ്, എടാ എൻ്റെ അപ്പൻ ഒരുപാട് പട്ടണങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, കുറേ പട്ടണങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. അപ്പം അവരുടെ ദൈവങ്ങളൊന്നും അവരെ ഒന്നും രക്ഷിക്കാതിരുന്നപ്പം നിന്റെ ദൈവം യഹോവയാം ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് നീ വെറുതെ ജനത്തെ കബളിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ദൈവത്തെ നിന്ദിച്ചുകൊണ്ട്, ഈ ഭരണാധികാരിയെ നിന്ദിച്ചുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് കീഴടങ്ങുക എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് തനിക്ക് കൊടുക്കുമ്പോൾ, കീഴടങ്ങാൻ ഒരുക്കമല്ലാത്ത ഹിസ്കിയാവ് എന്ന് പറയുന്ന ആ ഭരണാധികാരി, അദ്ദേഹം ദൈവാശ്രയത്തോടെ ജീവിച്ചൊരു ദൈവമനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ കത്തും എടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കുവാൻ, ദൈവാലോചന പറയാൻ യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. അപ്പം നമ്മളോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ബലമാണ്. അപ്പം അദ്ദേഹം നല്ല ആൾക്കാരെ കൂടെ കൂട്ടാവും, അതോടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അല്ലാത്തവരെ കൂടെ കൂട്ടിയാൽ ചിലപ്പം വീടും പോവും, പണവും പോവും, അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും പോവും. ഒത്തിരി പേര് എന്നോട് ഈ ദിവസങ്ങളിൽ വിളിച്ച് പറയുന്നുണ്ട്, പ്രാർത്ഥന എന്നുള്ള പേരിൽ ലക്ഷക്കണക്കിന് രൂപ കബളിപ്പിച്ച് കൊണ്ടുപോയ ആളുകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കരുത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരെങ്കിലും പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അന്നേരെ പരിപാടി നിർത്തിയേക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നിങ്ങൾക്ക് തോന്നിപ്പിക്കുക ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ആവശ്യപ്പെടുന്നത് അത് ശരിയല്ല, അതൊരിക്കലും ദൈവികമല്ല. ഞങ്ങളുടെ ശുശ്രൂഷയെ സഹായിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഈ സഹായ അഭ്യർത്ഥനകൾ, അതൊന്നും ദൈവികമാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാനത് ചെയ്യാറില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പം പ്രവാചകൻ എന്ന് പറയുന്ന ഒരു യെശയ്യാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ആ വചനം എന്നോട് ഇടപെട്ടു. ഞാൻ അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളോട് പറയാം. ഈ വിഷയം അദ്ദേഹം ദൈവത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, അവിടുന്നാണ് രാജാതിരാജൻ, അങ്ങേക്കെതിരെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവം മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ദൈവം ഈ വിഷയത്തെ തൻ്റെ വിഷയമായി ഏറ്റെടുത്ത്
ആ പ്രശ്നത്തെ ദൈവം നേരിടുകയാണ്. അതായത് ആ വാക്യങ്ങൾ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഹിസ്കിയാവിൻ്റെ പ്രശ്നവും യെരുശലേമിൻ്റെ പ്രശ്നവും ദൈവം തൻ്റെ പ്രശ്നമായിട്ട് അങ്ങ് ഏറ്റെടുത്ത് പിന്നീട് അവരോട് പറയുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 1,70,000-ലധികം പട്ടാളക്കാർ മരിച്ചു വീഴും. അതിനെക്കുറിച്ച് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലേഗ് വന്ന് മരിച്ചെന്നാണ് പറയുന്നത്. അതായത് ഈ ഇസ്രായേലിനെ യുദ്ധം ചെയ്യാനായിട്ട് അന്നത്തെ കാലത്ത് വന്നത് ചരിത്രത്തിലുണ്ട്, ബൈബിളിലല്ല, ചരിത്രത്തിലുണ്ട്. 1,70,000-ലധികം ആളുകൾക്ക് എന്തോ ഒരു മാറാവ്യാധി വന്ന് പട്ടാളക്കാരെല്ലാം രോഗികളായി, അവർക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടായി, തിരിച്ചവരെല്ലാം അവരുടെ രാജ്യത്തിലേക്ക് പോയി. ഈ സാൻഹരീബ് എന്ന് പറയുന്ന രാജാവ് വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുടുംബകലഹം ഉണ്ടായി. അതായത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് മക്കൾ തന്നെ കുത്തിക്കൊന്നു കളഞ്ഞു. ഒരു കുടുംബകലഹം ഉണ്ടായി. അപ്പോൾ ഈ ഉണ്ടായ കുടുംബകലഹത്തിൻ്റെ പിന്നിൽ പോലും ഒരു ദൈവോദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഒരു പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ പ്രതിസന്ധികൾ നേരിടുകയും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുകയും ഒക്കെ ചെയ്ത അനേക ദൈവഭക്തന്മാരുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 46-ാം സങ്കീർത്തനം എഴുതിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു, കുന്തങ്ങൾ വില്ലൊടിക്കുന്നു, കുന്തം മുറിക്കുന്നു. 9-ാമത്തെ വാക്യമാണ്. ഞാനതിനെ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ന് ആക്ഷരികമായ ഒരു യുദ്ധം നമുക്കില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. വിശുദ്ധിയിൽ നിലനിർത്താതെ, ആത്മിക സന്തോഷം അനുഭവിക്കാതെ പാപത്തിൻ്റെ പടുകുഴികളിലേക്ക് ദൈവജനത്തെ തള്ളിക്കളയുവാൻ, വിട്ടുപോകുന്നതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകുവാൻ, ദൈവിക വിശുദ്ധിയിൽ നിന്ന് അവരെ നീക്കിക്കളയുവാൻ, അനുഭവിക്കേണ്ട സന്തോഷങ്ങൾ അനുഭവിക്കാതിരിക്കാൻ തക്കവണ്ണം ഒരുക്കിക്കൊണ്ടുവരുന്ന സാത്താന്യ തന്ത്രങ്ങളെയും സാത്താന്യ പദ്ധതികളെയും ഒക്കെ ദൈവപൈതൽ തിരിച്ചറിയാനായിട്ട് തയ്യാറാകുക. അത് ആത്മാവിൻ്റെ കണ്ണിൽ ആത്മീക വെളിപ്പാടോടുകൂടി അതിനെ മനസ്സിലാക്കുക. 10-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും. പ്രിയപ്പെട്ടവരെ, ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മളറിയാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തും. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്കറിയത്തില്ല. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? മിണ്ടാതെ ദൈവം മുമ്പിൽ ദൈവം മറുപടി തരുന്നതുവരെയും മിണ്ടാതെ കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ശാന്തമായി ദൈവം മുമ്പിൽ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ നോക്കുക, അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു പര്യായ പദം പോലെ തോന്നുന്ന കുറച്ച് വാക്കുകളുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, കഷ്ടങ്ങളിൽ അടുത്ത തുണയാണ്. അടുത്തത്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാണ്, സൈന്യങ്ങളുടെ യഹോവ നമ്മളോട് കൂടെയുണ്ട്. ഈ വാക്യങ്ങൾ ആവർത്തിച്ച് 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 ഈ സങ്കീർത്തനത്തിൽ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥമായി ദൈവഭക്തരാണെങ്കിൽ, ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ അറിഞ്ഞ് ദൈവം പറയുന്നതനുസരിച്ച് ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൽ വേർപാടോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കഷ്ടതകളില്ലെന്നല്ല, വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകും. പക്ഷേ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ശിഷ്യന്മാരോടുകൂടി നമുക്കറിയാം ചില സംവത്സരങ്ങളായിരുന്നു. അതിനുശേഷം അവിടുന്ന് ഈ ഭൂമി വിട്ട് തൻ്റെ ഉയർപ്പിന് ശേഷമായിട്ട് സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് രാപ്പകൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യേശു കർത്താവിൻ്റെ ആക്ഷരികമായ സാന്നിധ്യത്തെ നികത്താൻ തക്കവണ്ണം ഇവിടെ ആരുമില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ, ബലഹീനതകളിൽ തുണ നിൽക്കുന്ന, നേരായ പാതകളിൽ നടത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെല്ലാം നിർത്തിയിട്ട് പോകാൻ തുടങ്ങുമ്പോൾ നമ്മളെ അതിനെ അനുവദിക്കാത്ത, നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പാപത്തിൽ നിന്ന് നമുക്ക് വിമോചനം നൽകി പുത്രത്വം എന്ന് പറയുന്ന പദവി തന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു ജനതയെ ഒരുക്കി ഈ ദൈവവചനത്തെയൊക്കെ എതിർക്കുന്ന, ഇതിനൊക്കെ എതിരെയൊക്കെ
ഒത്തിരി സംസാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യത്തിലും എത്രയോ പ്രായഭേദമന്യേ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന എത്രയോ ദൈവജനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നായി തീരാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യം എത്ര വലിയതാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ പ്രസംഗിക്കുന്ന എൻ്റെ ഉള്ളിലും സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. ഞാനിവിടെ ഇരുന്ന് ഈ ദൈവവചനം നിങ്ങളോട് പറയുമ്പോൾ തന്നെ അത്ര സുഖത്തിലല്ല. പെട്ടെന്നാണ്, ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യങ്ങൾ മാറി. പക്ഷെ പപ്പായ്ക്ക് ആശ്വാസം ദൈവം കൊടുത്തു. എൻ്റെ പിതാവിനെ എൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോയത്. സ്ട്രോക്ക് പോലെ വന്ന ഒരു സൈഡ് പാരലൈസ് ആയിപ്പോയി. പക്ഷേ ദൈവകൃപയാൽ ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് എല്ലാം നോർമലായി. അവർക്ക് പോലും മനസ്സിലായില്ല ഇതന്നെ അതാ സംഭവമെന്ന്. ദൈവത്തിന് സ്തോത്രം. ചില പ്രതിസന്ധികൾ അങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ മുമ്പിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും നമ്മളെ കരുതുന്ന, നമ്മളെ കാക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഒരു നല്ല ദൈവമുണ്ട്. പിന്മാറരുത്. ആമേൻ. സ്തോത്രം. അവിശ്വസിക്കരുത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. എനിക്കറിയാം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ചില കോളുകൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സോറി, നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ചിലപ്പോൾ പറ്റിയൊന്നും വരത്തില്ല. അതുകൊണ്ടാണ്. ആരെയും തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും ധരിക്കരുത്. നമുക്കൊരു പരിധിയുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമുഖത്തേക്ക് ഞങ്ങൾ നോക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞ കർത്താവ്, ഞങ്ങളെ ആമേൻ സഹായിക്കുന്ന, ഞങ്ങളോടുകൂടി ഇരിക്കുന്ന ആത്മമണവാളനായ കർത്താവ് ഞങ്ങളോടുകൂടി ഉള്ളതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തുണയായി, സഹായകനായി, ദൈവത്തിന് സ്തോത്രം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഞങ്ങളോടുകൂടി ഉള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജനത്തെയും ഒന്നിച്ചനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തയോടെ ഞങ്ങളുടെ സന്നിധിയിൽ നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒരു നദിയുണ്ട്, അത് അത്യുന്നതൻ്റെ വിശുദ്ധ നഗരത്തെ സന്തോഷിപ്പിക്കുകയാണ്. ഒരു സൈഡിൽ വേദനകളും ഒരു സൈഡിൽ പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഞങ്ങൾക്കുള്ള ആനന്ദത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.